ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോണത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതും നമ്മൾ നോക്കും. ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. എൻഡിലാണ് ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസ് ആൻഡ് ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ നമ്മൾ നോക്കാൻ പോണത്. ആൻഡ് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും, നിങ്ങൾ എൻ്റെ വീഡിയോസ് മിസ് ഔട്ട് ചെയ്യില്ല. അപ്പോൾ ഏരീസ്, ഇവിടെ ഞാൻ കാണുന്നത് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു ഓഫറുടെ എനർജിയാണ്, ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ഇതൊരു എപ്പോളജിയുടെ എനർജിയും ആവാം. ഈ പേഴ്സൻ്റെ എനർജി 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇത് ഒരു ഇൻഡിസിസീവ് എനർജിയാണ്. ഒരു പേഴ്സൻ്റെ ലൈഫിൽ മേ ബി 2 ചോയ്സസ് ഉണ്ടാവാം. ആൻഡ് ഈ പേഴ്സൺ ഡിസൈഡ് ചെയ്യാനാണ് നോക്കുന്നത് ഏത് ഓഫറാണ് എനിക്ക് വേണ്ടിയിട്ട് നല്ലതെന്ന്. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ കുറേ ബിസിയാണ്, അവരുടെ ലൈഫിൽ വേറെ കാര്യങ്ങൾ, കരിയർ, പഠിപ്പ് അങ്ങനത്തെ എന്തോ നടക്കുന്നുണ്ട്. അവർക്ക് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് സമയം അത്ര ഇല്ല. അപ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? ഏസ് ഓഫ് സ്വോർഡ്സ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലവ് ലൈഫിൽ. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, കുറേ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഈ പേഴ്സണോട് എന്തോ ഓഫർ കൊടുക്കണ്ടില്ല വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ഓഫർ തരുന്നുണ്ട്. ഈ പേഴ്സൺ 4 ഓഫ് വാൻഡ്സിലാണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ കുറേ ബിസി ലൈഫാണ്. ഇവരുടെ വീടും കരിയർ എല്ലാം ഒരുമിച്ചാണ് അവരെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നത്. മേ ബി അതുകൊണ്ടൊരു ഇംബാലൻസ് ക്രിയേറ്റ് ആവുന്നുണ്ടാവും. അതല്ല വെച്ചാൽ മേ ബി ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. അതും ഒരു ഇവിടെ മെസ്സേജാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ പേജ് ഓഫ് കപ്സ്, ഇതൊരു ന്യൂ ബിഗിനിങ്, ഒരു ക്രഷ് ഇല്ല വെച്ചാൽ ഇൻഫാച്വേഷൻ്റെ എനർജിയാണ്, ഒരു പുതിയ സ്റ്റാർട്ടിൻ്റെ എനർജിയാണ്. ഈ പേഴ്സൻ്റെ എനർജിയിലും ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഏസ് ഓഫ് കപ്സും ഒരു പുതിയ സ്റ്റാർട്ട്, ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ലവ് രണ്ടും സൈഡിന് ഈക്വൽ ആണ്, ഫീലിങ്സ് 2 സൈഡിനും ഈക്വൽ ആണ്. പേജ് ഓഫ് കപ്സ് ഇവിടെ എന്താണ്? 6 ഓഫ് സ്വോർഡ്സ്. ഈ പേഴ്സണെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓർ മേ ബി നിങ്ങളുടെ ലൈഫിൽ എന്തോ റീസെൻ്റ്ലി കുറേ ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിരുന്നു, അതിനെ നിങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിലേക്കാണ് നിങ്ങൾ പോണത്. ആൻഡ് അപ്പോഴാണ് ഈ പേഴ്സൺ പുതിയതായി നിങ്ങളെ മീറ്റ് ചെയ്യണത്. ഈ പേഴ്സൺ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. അവർക്കൊരു ഫാമിലി വേണം, ഓരൽസ് ഓൾറെഡി ഈ പേഴ്സൻ്റെ ഒരു ഫാമിലി ഉണ്ട്, അതുമായിരിക്കാം. പക്ഷെ മോസ്റ്റ്ലി എനിക്ക് കിട്ടണ മെസ്സേജ് ഇവിടെ എന്താ വെച്ചാൽ ഈ പേഴ്സൺ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പായിട്ടാണ് ഈ നിങ്ങളുടെ കൂടെ ഈ റിലേഷൻഷിപ്പ്, അങ്ങനെയാണ് അവർ കാണുന്നത്. ഇപ്പോൾ 10 ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ സൈഡിലാണ്. ഇതും ഒരു ഫാമിലിയുടെ എനർജിയാണ്, ഫാമിലി, സ്റ്റെബിലിറ്റി, എബണ്ടൻസ്. അപ്പോൾ ഈ 10 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ എന്താണ്? 2 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഒരു ലവ് ഓഫർ ഉണ്ട്. രണ്ട് സൈഡിനും ഈ റിലേഷൻഷിപ്പ് കുറേ സീരിയസ് ആണ്. ഈ പേഴ്സൻ്റെ എനർജി കിങ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളെക്കുറിച്ച് കുറേ സീരിയസ് ആണ്. ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് നിങ്ങൾ അവരുടെ എനർജിയിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് റിയലി സീരിയസ് ആണ്. ആൻഡ് നിങ്ങളെ ഒരു ഐഡിയൽ പാർട്ട്ണറായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ അവർക്കൊരു പേടിയുണ്ട്, അത് നിങ്ങൾ അങ്ങനെ അത്ര ഇൻട്രസ്റ്റ് കാണിക്കില്ല എന്നൊരു പേടി. ഓരൽസ് അവർക്ക് പേടി എന്താ വെച്ചാൽ മേ ബി നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്ന്, അങ്ങനത്തെ ഒരു പേടിയുണ്ട് ഈ പേഴ്സൺ. ഇതെന്താ ഈ 4 ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് ഇവിടെ? നിങ്ങൾ അത്ര ഈ പേഴ്സണിനെ മൈൻഡ് ചെയ്യില്ല. 4 ഓഫ് സ്വോർഡ്സ്, മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ ഒരു സെപ്പറേഷൻ മാതിരി ഉണ്ട്, ഫിസിക്കൽ സെപ്പറേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് അത്ര സമയം കിട്ടുന്നില്ല ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ, യുനോ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ, അങ്ങനത്തെ പുറത്ത് പോവാൻ, അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല ഇവിടെ.
അതുകൊണ്ടുമായിരിക്കാം ഈ പേഴ്സൺ ഒരു പേടി, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഇൻട്രസ്റ്റ് കുറയുന്നുണ്ടോ എന്നൊരു പേടിയുണ്ട് ഈ പേഴ്സണ്. അപ്പൊ നിങ്ങൾ 2 ഓഫ് സോഡ്സിലാണ്, നിങ്ങളും ഒരു ചോയ്സ് ആണ് ഉണ്ടാക്കാൻ നോക്കുന്നത്, ഒരു പ്രാക്ടിക്കൽ ചോയ്സും ഒരു ഇമോഷണൽ ചോയ്സാണ് ഇത്. എന്തോ കരിയർ റിലേറ്റഡ് കാര്യം നിങ്ങളെ കുറെ ഓക്യുപ്പൈഡ് ആയിട്ടാണ് വെക്കുന്നത് ഈ സമയത്ത്. ആൻഡ് അതായിരിക്കും ഇവിടെ ചോയ്സ്. നിങ്ങൾക്ക് ഈ പേഴ്സന്റെ കൂടെ അത്ര സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല. 9 ഓഫ് കപ്സ്. ഈ പേഴ്സൺ വെയിറ്റ് ആണ് ചെയ്യണത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. 2 ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ, ഏസ് ഓഫ് വാൻസ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ പാഷൻ ഉണ്ട്, പക്ഷെ അവര് നിങ്ങൾ എത്ര സീരിയസ് ആണെന്ന് അവർ അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്, അത് നോക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. ജഡ്ജ്മെന്റ് ഉണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ അവരൊരു റീകൺസിലിയേഷന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. റീകൺസിലിയേഷൻ എന്ന് വെച്ചാൽ മേ ബി ഫിസിക്കൽ സെപ്പറേഷൻ ആയിരിക്കാം, നിങ്ങൾ ബിസി ആയതുകൊണ്ടായിരിക്കും നിങ്ങൾ രണ്ടാൾക്കും സമയം കിട്ടാത്തത്. പക്ഷെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴാ സമയം കിട്ടുക, നിങ്ങൾ എപ്പോഴാ ആക്ഷൻ എടുക്കുക. അപ്പോൾ ഈ പേഴ്സന്റെ എന്തായിരിക്കും ഫ്യൂച്ചർ ആക്ഷൻ? 3 ഓഫ് വാൻസ്. അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർ ഹോപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ തിരക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സണ് ഒരു ഓഫർ തരും, ഒരു പ്രപ്പോസൽ തരും. കിങ് ഓഫ് കപ്സ്. നിങ്ങൾ മേ ബി ഒരു സ്കോർപിയോ, പൈസീസ്, ക്യാൻസറുടെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ട്. ജസ്റ്റിസ് ലീബ്ര എനർജിയാണ്. അപ്പൊ ഇവിടെ കാര്യങ്ങൾ ബാലൻസിൽ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ 5 ഓഫ് കപ്സും ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ ഓൾമോസ്റ്റ് ഒരു പോയ മാതിരി തന്നെയാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഓൾമോസ്റ്റ് ഒരു പേഴ്സൺ ഇവിടെ ഗിവ് അപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കണു. നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. മേ ബി അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് കുറെ ടയർഡ് ആയിരിക്കണു. എന്നുവെച്ചാൽ ഇത് കുറെ ഒരു സ്ലോ മൂവിങ് എനർജിയിലാണ്. നിങ്ങൾ അങ്ങനെ ആക്ഷനും എടുക്കണില്ല. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ കരിയറിലാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ഈ പേഴ്സൺ ഓൾമോസ്റ്റ് ഗിവ് അപ്പ് ചെയ്യണ സമയത്താണ് ഈ റീകൺസിലിയേഷൻ ഉണ്ടാവുന്നത്. ഈ 5 ഓഫ് കപ്സ് എന്താണ്? കിങ് ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഏരീസ്, ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ, അവരുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ വേഗം എഫേർട്ട് ഇടില്ല വെച്ചാൽ മേ ബി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ വഴിയുണ്ട്. 8 ഓഫ് വാൻസ്. ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. പക്ഷെ ആ സമയത്ത് അവരുടെ ലൈഫിൽ ഞാനൊരു പുതിയ പേഴ്സൺ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു കുറച്ചൊരു കോമ്പറ്റീഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് സൂക്ഷിക്കുക. നിങ്ങൾ ഈ പേഴ്സണെ കുറച്ച് സീരിയസ് ആണ് വെച്ചാൽ വേഗം ഒരു ഓഫർ കൊടുക്കുക. ഇല്ല വെച്ചാൽ ഈ പേഴ്സൺ ചിലപ്പോൾ അവർക്ക് തോന്നും അത് നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ല എന്ന്. എന്നുവെച്ചാൽ ഇവിടെ ഏസ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അവർ നിങ്ങളുടെ ലോങ് ടേം ഒരു ഓഫറിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. അവർക്ക് വേറെ കുറെ ചോയ്സസ് ഉണ്ട്. ആൻഡ് ആരോ അവരുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു പുതിയ പേഴ്സൺ, ആ പേഴ്സൺ വന്നാൽ നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ ഒരു ചോയ്സ് ഉണ്ടാക്കാനുള്ള സമയം ആവും. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ വേഗം ആക്ഷൻ എടുക്കുക, കൂടുതൽ ഡിലേ ചെയ്യാണ്ട് ആക്ഷൻ എടുക്കുക. അപ്പോൾ ഏരീസ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിങ് കുറച്ച് കൂടുതൽ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് ആയിട്ട് റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. ജൂലൈ മാസത്തിൻ്റെ റീഡിങ്സ്, പേഴ്സണൽ റീഡിങ്സ് ഓപ്പൺ ആണ് ബുക്കിംഗിന്. അപ്പോൾ ബുക്ക് ചെയ്യുക വേഗം. ആൻഡ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് ഞാൻ എല്ലാം ഡീറ്റെയിൽസ് അവിടെ അയച്ചു തരാം. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.